ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു തോട്ടം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് തക്കാളി ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ തക്കാളിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പഴുത്ത് തുടങ്ങിയിട്ടില്ല തക്കാളി, ഇപ്പം നല്ല പച്ചയായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ എല്ലാത്തിനും നിറച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു ഉച്ച സമയത്താണ്, അതുകൊണ്ടാണ് തക്കാളി ചെടികളൊക്കെ ഇത്തിരി വാട്ടം പോലെ നിൽക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഇത് നനച്ചു കൊടുക്കും, വൈകുന്നേരം രാവിലെ. നല്ല വെയിലിൻ്റെ സമയമാണ്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടായതായിട്ടോ, ഒരു 2-3 മാസം എടുത്തിട്ടുള്ളൂ ഇത് കായ്ക്കാനായിട്ട്. അപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ് നമ്മൾ പാകിയത്. ഇതിന് പ്രത്യേകിച്ച് വളം എന്ന് പറയാനായിട്ട് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കും, പിന്നെ കുറച്ച് ചാണകപ്പൊടി ഇടും, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്തത് അതാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ്. പക്ഷെ എല്ലാ തക്കാളിയും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേറെ കാണിക്കാം. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു പേരക്കയായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ചെടി ഇതൊരു 6-7 മാസമായി ഞങ്ങളിവിടെ നട്ടിട്ട്. അപ്പോൾ അതുമ്മ ആദ്യമായിട്ട് കുറേ കണ്ടു, നിങ്ങൾക്ക് കാണാം, ചെറിയ കുറേ പേരക്കകൾ ഉണ്ടായിട്ടുണ്ട്, പെട്ടെന്ന് ഉണ്ടായിട്ടോ ഇതുമേ. അപ്പോൾ അപ്പോൾ ആദ്യം ഇപ്പോൾ കവറിട്ട് അവിടെ കണ്ടോ, കവറിട്ട് ഞങ്ങൾ ഒരു പേരക്ക അത്യാവശ്യം നന്നായിട്ട് മൂത്തതോടെ കെട്ടി വെച്ചിട്ടുണ്ട്, വേറെ പുഴുവും കിളികളൊന്നും തിന്നാതിരിക്കാൻ. കാരണം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ പേരക്കയല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്നും അറിയണമല്ലോ. അപ്പോൾ അതാണ് നമ്മളത് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേരക്കയ്ക്ക് തണ്ടിന് കട്ടി കുറവായിരുന്നു, നമ്മളെല്ലാത്തിനും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചെടിക്കും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കോലം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കണം, കാരണം അല്ലെങ്കിൽ അത് ഒടിഞ്ഞും മറിഞ്ഞിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ മാസങ്ങളൊക്കെ നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ ഇതും ചെറിയ പേരക്ക ആയതുകൊണ്ട്, പേരത്തൈ ആയതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതും ഉണ്ടാകുന്ന പേരക്കകളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പേരക്ക നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം, എങ്ങനെ ഏകദേശം പാകമായെങ്കിൽ നമുക്കത് പറിക്കാം. അപ്പോൾ ഇത് കവറൊക്കെ ഞാൻ മാറ്റി കണ്ടു, അത്യാവശ്യം നല്ല രീതിയിലത് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി പഴുത്തു പോകും. നമുക്കിതൊന്ന് പറിച്ച് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് പറിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് വലിച്ചപ്പോൾ കിട്ടിയില്ലായിരുന്നു, കാരണം അതിൻ്റെ പേര ചെറുതാണെങ്കിലും അതിൻ്റെ ആ ഒരു പേരക്കയുടെ തണ്ടിനൊക്കെ നല്ല കട്ടിയുണ്ടായിരുന്നു. അത് പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല, ആ രീതിയിൽ നല്ലൊരു കട്ടിയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇത്തിരി ബലം പ്രയോഗിച്ചിട്ടാണ് അത് പറിച്ചെടുത്തത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് തിന്നുന്ന രീതിയിലേക്ക് ഒന്ന് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പേരയ്ക്ക ഇതിലുണ്ടായത്. ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് കാച്ചു പേരയ്ക്ക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റാണ്, അത്യാവശ്യം നല്ല ക്രഞ്ചി ആയിട്ടുള്ള പേരയ്ക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ഇനി വേറെ കുറേ ചെറിയ പേരക്കകൾ ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് പറിക്കാം. അപ്പോൾ നമ്മുടെ പേരയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ച് നോക്കി, നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.